ഈ കാണുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന ഡ്രമ്മിൽ പോലും വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിൽ കായ്ക്കുന്നതല്ലേ? അതെ. ശരിക്കും 1.5 വർഷമുള്ള ടൈം പറയുന്നത്? അതെ അതെ, 1.5 വർഷം. ആ ഒരു വെറൈറ്റിയുടെ തൈകളാണ്. നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഇത് 45 രൂപയ്ക്ക്. വെറും 45 രൂപയ്ക്കാണ് ഇവിടുന്ന് എല്ലാം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ്. ഇത് വറക്കാനും വേവിക്കാനും നല്ലൊരു പ്ലാവാണ് J33 എന്ന് പറഞ്ഞ പ്ലാവ്. J33 ഒരു 10 കിലോ 11 കിലോ തൂക്കം വരും. ഓക്കെ. ഇത് വേവിക്കാനും പഴുപ്പിക്കാനും സൂപ്പറാണ്. ഒരു ചന്ദന കളറാണ് ഇതിന്റെ ചക്കച്ചുള. ചന്ദന കളർ. നിറച്ച് ചുളയും ഉണ്ട്. ഓക്കെ. പിന്നെ മഴ പെയ്താൽ വെള്ളം ഇറങ്ങുമോ? മഴ പെയ്താൽ വെള്ളം ഇറങ്ങിയില്ല. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കവുങ്ങിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി മോഗിറ്റ് നഗർ തന്നെയാണ്. ഓക്കെ. നമുക്ക് തൈയൊക്കെ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്? 30 രൂപയ്ക്ക്. വെറും 30 രൂപയ്ക്ക് അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള തൈകൾ. അതെ അതെ. കുറ്റിയാടി തെങ്ങുന്ന വണ്ടുകുത്ത് കുറവാണ്. ഓക്കെ. പിന്നെ അതിന്റെ പ്രത്യേകത ഓയിൽ കണ്ടന്റ് കൂടുതലാണ്. പിന്നെ കാമ്പിന് മധുരം കുറവാണ്. കാമ്പിന് മധുരം കുറവായതുകൊണ്ട് വണ്ടുകുത്ത് കുറവാണ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിൽ പോലും വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് രാംഗംഗ എന്ന് പറയുന്നത്. രാംഗംഗ എന്ന് പറയുന്നത് അല്ലേ? വേറെ എന്തൊക്കെയാ പ്രത്യേകത ഉള്ളത്? ഇതിന്റെ പ്രത്യേകത തന്നെയാണ് ഇത് തടത്തിൽ കായ്ക്കും. ഒരു 2-2.5 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. വ്യവസായ അടിസ്ഥാനം ചെയ്ത് കഴിഞ്ഞാൽ സബ്സിഡി ഉണ്ട്. 10 എണ്ണത്തിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി ഉണ്ട്. ശ്രീലങ്കൻ വെറൈറ്റി. ഓക്കെ. കുളൻ വെറൈറ്റിയാണ് ശ്രീലങ്കൻ വെറൈറ്റി. വണ്ടുകുത്ത് കുറവുണ്ട്. തേങ്ങ വലിപ്പം കൂടുതലാണല്ലേ? വലിപ്പം കൂടുതലുണ്ട്. വലിപ്പമുള്ള തേങ്ങയാണ്. മുഴുവൻ ഇരിക്കുന്നത് കാപ്പിത്തീയാണ്. സീൻറ്റുവാറും ചന്ദ്രഗിരിയാണ്. പക്ഷേ എരമ്പുള്ള സ്ഥലത്തും വെക്കാൻ കൊള്ളാവുന്നതാണ്. ഇതുണ്ടോ മംഗോസ്റ്റൈൻ കാഴ്ച നിൽക്കുന്നത്? ഉണ്ടോ? ഇത്ര മതി. ഇതിപ്പോൾ 5 വർഷമായി കായ്ക്കാൻ തുടങ്ങിയത്. കണ്ടോ? 5 വർഷമല്ലേ? കുറച്ചൊന്നുമല്ല. ഇത് ഇഷ്ടംപടി പറിച്ചതാണ്. ഇതുകൊണ്ടോ കായ് നിൽക്കുന്നത്. നല്ല എല്ലാ വെറൈറ്റികളും ഉണ്ട്. ഒത്തിരി വെറൈറ്റി നഴ്സറി വെറൈറ്റി ഐറ്റംസ്. പിന്നെ മറ്റ് ഫാമുകളെ അപേക്ഷിച്ച് ഒത്തിരി വിലക്കുറവുണ്ട്. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. കൃഷിമിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ കണ്ടില്ലേ, ഞാൻ നിൽക്കുന്നത് പുളിക്കൽ കാർഷിക നഴ്സറിയിലാണ്. ഈ നഴ്സറിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാ തൈകളും എല്ലാ വെറൈറ്റികളും നിങ്ങൾക്ക് റീസണൽ പ്രൈസിൽ വാങ്ങാൻ വേണ്ടി സാധിക്കും. പിന്നെ മറ്റു നഴ്സറിയിൽ കിട്ടാത്ത ഒരുപാട് നല്ല നല്ല വെറൈറ്റികൾ ഈ നഴ്സറിയിൽ അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ ചില വെറൈറ്റികൾക്ക് ഈ നഴ്സറിയിൽ സബ്സിഡി ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ നഴ്സറി ആശ്രയിക്കുന്നുണ്ട്. ഈ നഴ്സറി വിശേഷങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഓണർ വരുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമ്മുടെ നഴ്സറിയുടെ പേര്, ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ നഴ്സറിയുടെ പേര് പുളിക്കൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ നഴ്സറി. ഓക്കെ. ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മൂലമറ്റം റോഡിൽ അറക്കുളം 12 മൈൽ എന്ന സ്ഥലത്താണ്. ഓക്കെ. വർഷങ്ങളായിട്ട് ഞാൻ ഇദ്ദേഹമായിട്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ബന്ധമുള്ളതാണ് നമ്മുടെ ചാനലിൽ. കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? ശരിയാ. ആ വീഡിയോക്ക് റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിട്ടാ? നല്ല റെസ്പോൺസ്. ഇഷ്ടംപടി കസ്റ്റമർ ഇവിടെ വരുന്നുണ്ട്. കേരളത്തിന് 4 ദേശം വരുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ചാനൽ വീഡിയോ കണ്ടിട്ട് വരുന്ന കാര്യമൊക്കെ പറയാറുണ്ട്. ഓക്കെ. എന്താണ് ഇവിടെ ഇത്ര ആൾക്കാർ വരാനുള്ള കാരണം? ഇത് കേരളത്തിലെ 4 ദേശീയ നഴ്സറിയിൽ ഒരു നഴ്സറിയാണ് പുളിക്കൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ നഴ്സറി. ഓക്കെ. ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് വിപണനം ചെയ്യുന്നത്. ഓക്കെ. പുറത്തുനിന്നെടുത്ത് ചെയ്യുന്നില്ല? ഇല്ല, നമുക്കിവിടെ മദർ പ്ലാന്റ് എല്ലാം ഉണ്ട്. മദർ പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാൻ സാധിക്കും. ഈ നഴ്സറി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ICAR ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഒരു നഴ്സറിയാണ്. അതുകൊണ്ട് തന്നെ നല്ല പക്ക സാധനം മാത്രമേ ഇവിടെ നമ്മുടെ വിപണനം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇൻസ്പെക്ഷൻ ഉണ്ട്. എല്ലാ മേഖലയും വന്നിട്ടുണ്ട്. റബ്ബർ ബോർഡുകാർ ചെയ്യും, കോക്കനറ്റ് ബോർഡുകാർ ചെയ്യും, അഗ്രികൾച്ചർ ഓഫ് കേരള നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകാർ വന്ന് ചെയ്യും. എല്ലാം വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന നഴ്സറി. ഒരുപാട് ലൈസൻസ് ഉണ്ടല്ലേ? 5 ലൈസൻസ് ഉണ്ട്. 5 ലൈസൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ സബ്സിഡിയുടെ കാര്യം എങ്ങനെയാണ്? സബ്സിഡി തെങ്ങിന് സബ്സിഡി ഉണ്ട്. തെങ്ങിന് നാളികേര വികസന ബോർഡിന്റെ അപ്രൂവ്ഡ് ഉള്ളതുകൊണ്ട് 125 രൂപ സബ്സിഡി ഉണ്ട്. 125 രൂപ സബ്സിഡി ഉണ്ട് തെങ്ങ് ഒന്നിന്. പിന്നെ അതുകൂടാതെ റബ്ബറിന്റെ ലൈസൻസ് ഉള്ളതുകൊണ്ട് റബ്ബറിന്റെ സബ്സിഡി ഉണ്ട്. ഓക്കെ. ഇത് ലൈസൻസ് ഉള്ള നഴ്സറികൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് സബ്സിഡി കിട്ടുക അല്ലേ? ഇവിടെ നിന്നുള്ള ബില്ല് വാങ്ങി കൊടുക്കും അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. സബ്സിഡി വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ലൈസൻസ് ഉള്ള നഴ്സറി വാങ്ങിച്ചു കഴിഞ്ഞാൽ സബ്സിഡി കിട്ടും അല്ലേ? ഓക്കെ. നമുക്ക് കുറച്ച് വെറൈറ്റികൾ കണ്ടാലോ? ആയിക്കോട്ടെ. ഈ ഇരിക്കുന്ന മുഴുവൻ കുറ്റിയാടി തെങ്ങാണ്. ഞങ്ങൾ കുറ്റിയാടിയിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്ന് നാളികേരം കൊണ്ടുവന്നിട്ട് പാകി മുളപ്പിച്ചെടുക്കുന്നതാണ് കുറ്റിയാടി തെങ്ങ്. ഇവിടെ വരുന്നവരുടെ എല്ലാവരും കുറ്റിയാടി തെങ്ങ് വെക്കാൻ വേണ്ടി പറയുന്നതിന്റെ കാരണം എന്താ? കുറ്റിയാടി തെങ്ങുന്ന വണ്ടുകുത്ത് കുറവാണ്. ഓക്കെ. പിന്നെ അതിന്റെ പ്രത്യേകത തന്നെ ഓയിൽ കണ്ടന്റ് കൂടുതലാണ്. ഓയിൽ എന്ന് പറഞ്ഞാൽ എണ്ണ ആട്ടിക്കുമ്പോൾ എണ്ണ കൂടുതലുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കാമ്പിന് മധുരം കുറവാണ്. കാമ്പിന് മധുരം കുറവായതുകൊണ്ട് വണ്ടുകുത്ത് കുറവാണ്. പിന്നെ ഒരു 4 വർഷം ആകുമ്പോൾ ഇത് കായ്ക്കുള്ളൂ. 4 വർഷം ആകുമ്പോൾ. ഓക്കെ. പിന്നെ നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും മികച്ച വെറൈറ്റിയാണ്. അതെ. കുറ്റിയാടിയിൽ നിന്ന് ഞങ്ങൾ തേങ്ങ കൊണ്ടുവന്ന് നാളികേരം കൊണ്ടുവന്നിട്ട് പാകുന്നതാണ്. ഓക്കെ. ഒന്നും പുറത്തുനിന്ന് എടുത്ത് ചെയ്യുന്നില്ല? ഇല്ല. ഞങ്ങൾ ഇവിടെ തന്നെ മുളപ്പിക്കുകയാണ്. ഓക്കെ. ചേട്ടാ ഇത് തെങ്ങ് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്?
ഈ തെങ്ങ് കൊടുക്കുന്നത് 250 രൂപയ്ക്ക്. ഓക്കെ. സബ്സിഡി ഒരു തെങ്ങിന് എത്ര രൂപ? 125 രൂപ സബ്സിഡി ഉണ്ട്. ഗവൺമെന്റ് സബ്സിഡി ഉണ്ട്. നാളികേര വികസന ബോർഡിൽ. അതിന്റെ അപേക്ഷ പറ ഇവിടുന്ന് തന്നെ കൊടുക്കും. ഓക്കെ, മനസ്സിലായി. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിൽ പോലും വെച്ച് കായ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് രാംഗംഗ എന്ന് പറയുന്നത്. രാംഗംഗ എന്ന് പറയുന്നത് അല്ലേ? വേറെ എന്തൊക്കെയാ പ്രത്യേകത ഉള്ളത്? ഇതിന്റെ പ്രത്യേകത തന്നെയാണ്, ഇത് തടത്തിൽ കായ്ക്കും. ഒരു 2-2.5 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. തടത്തിൽ കായ്ക്കും. അത്യാവശ്യം നാളികേരം നല്ലതാണ്, ഓയിൽ കണ്ടന്റ് ഉള്ളതാണ്. ഓക്കെ. കായ്ക്കാൻ നിൽക്കുന്ന ടൈം എത്രയാണ്? ഒരു 2.5 വർഷം അല്ലെ 3 വർഷം ഏറ്റവും കൂടി പോയാൽ കായ്ക്കും. ഇതാണ് പല നഴ്സറിയും ഡ്രമ്മിൽ വെച്ച് കായ്പ്പിക്കുന്നത് കാണുന്നത്. രാംഗംഗ എന്ന് പറയുന്നത് നല്ല വെറൈറ്റി സാധനമാണ്. ഓക്കെ. ഇതിനായാലും നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ സബ്സിഡി കിട്ടും. സബ്സിഡി ഉണ്ട്. 10 എണ്ണത്തിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി ഉണ്ട്. 10 എണ്ണത്തിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി ഉണ്ട്. ഇവിടെ നിന്ന് വാങ്ങിയതിനു ശേഷം ബില്ലും തരും, അതിന്റെ അപേക്ഷാപൂർവ്വം തരും. ഓക്കെ. നമ്മൾ എന്താ ചെയ്യേണ്ടത് സബ്സിഡി കിട്ടാൻ വേണ്ടി? സബ്സിഡി കിട്ടാനായി പൂരിപ്പിച്ച് നമ്മുടെ ബില്ലും കരമടച്ച രസീത്, ആധാർ കാർഡിന്റെ കോപ്പി, പാസ്ബുക്കിന്റെ കോപ്പി എല്ലാം കൂടെ കൊടുത്താൽ മതി. സബ്സിഡി ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ. ഇതാണ് ശ്രീലങ്കൻ വെറൈറ്റി എന്ന് പറഞ്ഞത്. ശ്രീലങ്കൻ വെറൈറ്റി. ഓക്കെ. കുള്ളൻ വെറൈറ്റിയാണ് ശ്രീലങ്കൻ വെറൈറ്റി. വണ്ടൂത്ത് കുറവുണ്ട്. തേങ്ങ വലിപ്പം കൂടുതലാണല്ലേ? വലിപ്പം കൂടുതലുണ്ട്. വലിപ്പമുള്ള തേങ്ങയാണ്. ഇതാണ് ഗംഗാപോണ്ടം എന്ന് പറഞ്ഞ ഐറ്റം. ഗംഗാപോണ്ടം കരിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന വെറൈറ്റി. അത് തന്നെ ഗംഗാപോണ്ടം. ഓക്കെ. ഇതാണ് 18-ാം പട്ട എന്ന് പറഞ്ഞത്. പണ്ട് കാലത്തോട്ട് 18-ാം പട്ട തെങ്ങ്. 18-ാം പട്ട. എന്താ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത 2.5 വർഷം കൊണ്ട് കായ്ക്കും. ഓയിൽ കണ്ടന്റ് ഇച്ചിരി കുറവാണെങ്കിലും വണ്ടുകൂത്ത് കുറവാണ് ഇതിന്. ഓക്കെ. അത്യാവശ്യം ഒരു തെങ്ങ് പെട്ടെന്ന് കായ്ച്ചു കാണുന്ന ആഗ്രഹമുള്ളവർക്ക് വെക്കാൻ പറ്റിയ തെങ്ങാണ് 18-ാം പട്ട തെങ്ങ്. ഓക്കെ. എല്ലാ വെറൈറ്റിയും തന്നെ അവൈലബിൾ ആണ്. T/D, D/T, പിന്നെ ജവിളിത്തെങ്ങ്, അതുപോലെ എല്ലാ വെറൈറ്റികളും തന്നെ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇത് ജാതി വെറൈറ്റിയാണ്. എല്ലാ ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഇരിക്കുന്നത്. 2 തട്ട് തൈകൾ, 1 തട്ട് തൈ. ഇത് കാട്ടുപത്രിയ ബഡ് ചെയ്യുന്നതുകൊണ്ട്, നാടൻ ജാതിയെ ബഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് കാട്ടുപത്രിയ ബഡ് ചെയ്യുന്നത് കണ്ടോ. കാട്ടുപത്രിയ ബഡ് ചെയ്യുന്ന തൈ. എന്താ പ്രത്യേകത? കാട്ടുപത്രിയാൽ ബഡ് ചെയ്യുന്ന തൈയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇതിന് തായ്വേര് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഉണക്കടിക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ വേര് താഴോട്ട് പോകും. ചതുപ്പ് പോലത്തെ വെക്കാൻ പറ്റിയത് നാടൻ ജാതിയെ ബഡ് ചെയ്തതാണ്. നമുക്ക് അല്ലാത്ത നീർവാർച്ചയുള്ള ഉണക്കുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റിയ കാട്ടിയാതിയെ ബഡ് ചെയ്ത് തൈയാണ്. ഇത് കാട്ടിയാതിയെ ബഡ് ചെയ്താണ് ഡേല നിൽക്കുന്നത്. ഇത് കമുകൻ തൈയാണ് ഇരിക്കുന്നത്. കമുകൻ തൈ. ഇത് മൊത്തം ഇരിക്കുന്ന മോഗിറ്റ് നാറാണ്. മോഗിറ്റ് നാറിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നനയ്ക്കണ്ട മുഴുത്ത അടക്കയാണ്. ഞങ്ങളിത് മംഗലാപുരത്ത് നിന്ന് അടയ്ക്ക കൊണ്ടുവന്ന് പാകുന്നതാണ്. അപ്പോൾ അത്യാവശ്യം കൊട്ടടയ്ക്ക കിട്ടാൻ പറ്റിയൊരു കവുങ്ങാണ് മോഗിറ്റ് നാർ എന്ന് പറഞ്ഞ വെറൈറ്റി. ഓക്കെ. ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ നിലവിൽ ഏറ്റവും നല്ല വെറൈറ്റി ഏതാ കവുങ്ങിൻ്റെ? കവുങ്ങിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി മോഗിറ്റ് നാർ തന്നെയാണ്. ഓക്കെ. നമുക്ക് തൈയൊക്കെ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്? 30 രൂപയ്ക്കാണ്. വെറും 30 രൂപയ്ക്ക് അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള തൈകൾ. അതെ അതെ. ഇത് ഇൻട്രമംഗള എന്ന് പറഞ്ഞ കവുങ്ങാണ്. ഇൻട്രമംഗള നനയ്ക്കാൻ പറ്റുന്നവർക്ക് ബെറ്റർ കവുങ്ങാണ്. ഇത് നനയ്ക്കുകയാണെങ്കിൽ ഒരു 2-3 വർഷം കൊണ്ട് കായ്ച്ചിരിക്കും. 3 വർഷം കൊണ്ട് ഉറപ്പാണ്. ഇതിന്റെ തൈക്ക് എങ്ങനെ വില വരുന്നത്? ഇതിന്റെ തൈക്ക് 30 രൂപയ്ക്ക് കൊടുക്കും. 30 രൂപ. വെറും 30 രൂപ. 30 രൂപ. ഓക്കെ. കവുങ്ങ് ഇവിടെ 5 വെറൈറ്റിയാണുള്ളത്. ഒന്ന് മോഗിറ്റ് നാറ്, ഇൻട്രമംഗള, കാസർഗോഡൻ, ശതമംഗള, രത്നഗിരി സൈബോൺ. ടിപ്പിൽ ഗ്രാഫ്റ്റ് ചെയ്ത കൊടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ത്രിതവാട്ട രോഗമൊന്നും ഉണ്ടായില്ല. ഇതിൻ്റെ അടിയിൽ ബ്രസീലിയൻ കൊളപ്രീനിയം തിപ്പിലിയെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. അത് ഇങ്ങനെ ഇത് മരത്തേലിടാനുള്ളതാണ്. ഇനി ഞാൻ ഇതിൻ്റെ കുറ്റിക്കുരുമുളക് ഇവിടെ ചെയ്യുന്നുണ്ട്, അതും കാണിച്ചു തരാം. ഇതാ കുറ്റിക്കുരുമുളക്, കൊളപ്രീനിയം ബ്രസീലിയൻ തിപ്പിലിയ ബഡ്. ഇത് അതിൻ്റെ ഇലയാണ് നിൽക്കുന്നത്. ഇത് കട്ട് ചെയ്ത് ഇതാകുമ്പം മണ്ണിൽ നിന്നുള്ള കീടങ്ങളൊന്നും വരികയില്ല. ഇവിടെ മണ്ണി മുട്ടായിരുന്നാൽ മാത്രം മതി നട്ടു വെക്കുമ്പോൾ. ഇവിടെ കൊടിയുള്ളത് പന്നിയൂർ 5 ഉണ്ട്, 8 ഉണ്ട്, കരിമണ്ടയുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് പന്നിയൂർ 5 കൊടിയാണ്. ഒരു 4 തലയുണ്ട് ആണ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ. ഈ കരിമണ്ട കാണിച്ചു തരാം. ഇത് മുഴുവൻ ഇരിക്കുന്ന കരിമണ്ടത്തലയാണ്. 4 തലയുണ്ട് ഒരു കൂടയ്ക്കകത്ത്. മണ്ണിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി നമുക്ക് 1 വർഷം അല്ല പിറ്റേ വർഷം കായ്ച്ചിരിക്കും. ഈ 4 തലയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചോടിനൊരു കവറിൻ്റെ അകത്ത് ഇതുണ്ട്. 1, 2, 3. ഓക്കെ. ഇത് J33 പ്ലാവാണ്. J33 നല്ല സൂപ്പർ പ്ലാവാണ്. എന്താ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്ന് വന്നതിൽ ഏറ്റവും ടേസ്റ്റുള്ളൊരു പ്ലാവാണിത്. ഓക്കെ. ഞങ്ങൾ 8 വർഷമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് വറക്കാനും വേവിക്കാനും നല്ലൊരു പ്ലാവാണ്. J33 എന്ന് പറഞ്ഞ പ്ലാവ്. J33. ഈ കാണുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന ഡ്രമ്മിൽ പോലും വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിൽ കായ്ക്കുന്നതല്ലേ? അതെ അതെ. ശരിക്കും 1.5 വർഷമുള്ള ടൈം പറയുന്നത്? അതെ അതെ, 1.5 വർഷം. ആ ഒരു വെറൈറ്റിയുടെ തൈകളാണ്. നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഇത് 45 രൂപയ്ക്ക്. വെറും 45 രൂപയ്ക്കാണ് ഇവിടുന്ന് എല്ലാം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ്. അതെ അതെ, നമ്മുടെ പ്ലാവിൽ എടുത്ത് ബഡ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇവിടെ വിയറ്റ്നാം റെഡ് എന്ന് പറയും. ഓക്കെ. റെഡാണ് ഏറ്റവും സൂപ്പർ.
ഓക്കെ. യെല്ലോ അത്ര സൂപ്പർ അല്ല, മണം മാത്രമേ അപ്പോൾ ഉള്ളൂ. ഈ കാണുന്ന എല്ലാ റെഡിന്റെ റെഡിന്റെ തൈ റെഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ. റെഡ് യെല്ലോ ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ നശിപ്പിച്ച് കളഞ്ഞു. കാരണം യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, മണം മാത്രമേ ഉള്ളൂ, ഗുണമില്ല. റെഡ് എന്ന് പറയുന്നത് നല്ല റെഡാണ്. ഇത് നല്ല റെഡാണ്. നല്ല റെഡ് വെറും 45 രൂപയ്ക്ക്. 45 രൂപയ്ക്ക്. ഓക്കെ. നല്ല ക്വാളിറ്റിയുടെ തൈകൾ. അതെ അതെ. ഈ കാണുന്നത് സിന്ദൂർ വരിക്ക. സിന്ദൂർ വരിക്ക. ഇത് റെഡ് തന്നെയാണ്. ഇതും റെഡ് തന്നെയാണ്. ഇതൊരു 3ാം സ്ഥാനം കൊടുക്കാം ഈ പ്ലാവിന്. നമ്മുടെ ഇവിടെ കായ്ക്കുന്നുണ്ട്. ഒരു 15 കിലോ ചക്ക വരെയും വരുന്നുണ്ട്. ഇത് ഓക്കെ. ഇത് നീളമുള്ള ചക്കയാണ്. ചേട്ടൻ ഏറ്റത്തിന് കഴിഞ്ഞാൽ അടുത്ത പ്ലാവാണ് നമ്മുടെ സിന്ദൂർ വരിക്ക. 1ാം സ്ഥാനം ആർക്കാണ്? 1ാം സ്ഥാനം ഞങ്ങളുടെ ഉണ്ടച്ചക്ക വരിക്ക തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ ആ വെറൈറ്റി കാണിച്ചു തരാം. ഇവിടെ നഴ്സറിയിലേക്ക് പലരും ഞാൻ ഇവിടെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എന്താ ആൾക്കാർ തിരക്കി നാടൻ വെറൈറ്റിയാണ്. കേരളത്തിന്റെ 4ാം വയസ്സിൽ അല്ല വെളിയിൽ നിന്ന് വരെ വരുന്നതാണ് ഉണ്ടച്ചക്ക വരിക എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ തൈകളാണ് ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇവിടെ എന്റെ വെറൈറ്റി ഇരിക്കുന്നത് ഉണ്ടച്ചക്ക വരിക്കാണ് കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് ഉണ്ടച്ചക്ക വരിക്ക. ഉണ്ടച്ചക്ക വരിക്ക അല്ലെ 10 കിലോ 15 കിലോ തൂക്കം വരും. ഓക്കെ. ഇത് വേവിക്കാനും പഴുപ്പിക്കാനും സൂപ്പറാണ്. ഒരു ചന്ദന കളറാണ് ഇതിന്റെ ചക്കച്ചുള. ചന്ദന കളർ. നിറച്ച് ചുളയുമുണ്ട്. ഓക്കെ. പിന്നെ മഴ പെയ്താൽ വെള്ളം ഇറങ്ങുമോ? മഴ പെയ്താൽ വെള്ളം ഇറങ്ങിയില്ല. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ. അത് കസ്റ്റമർ ഒരുപാട് പേര് പറഞ്ഞു കേട്ടു. അപ്പോൾ മഴ പെയ്താൽ വെള്ളം ഇറങ്ങില്ല? ഇല്ല. ഓക്കെ. തൈയുടെ വില എങ്ങനെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ഉണ്ടച്ചക്ക വരിക്കാൻ 150 രൂപയ്ക്ക് കൊടുക്കുന്നു. 150 രൂപ മുതൽ. ഒറ്റമാതിരി വലിപ്പമുള്ള തൈക്ക് എല്ലാം 150 രൂപയ്ക്ക് കൊടുക്കും. 150 രൂപയ്ക്ക്. ഓക്കെ. ഇത് മംഗോസ്റ്റൻ ഗ്രാഫ്റ്റ് ചെയ്ത് തൈയാണേ. ഞങ്ങളുടെ മരത്തിൽ നിന്ന് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന അവിടെ കട്ട് ചെയ്തിട്ട് കീറി ഇറക്കുന്നതാണ്. ഇത് 2ാം വർഷം കായ്ക്കും. അല്ലാതെ മംഗോസ്റ്റൻ കായ്ക്കണമെങ്കിൽ 6-7 വർഷം വേണം. അതെ അതെ അതെ. നമ്മുടെ ഇവിടെ 2ാം വർഷം കായ്ച്ചിരിക്കും. ഉറപ്പാണ്? ഉറപ്പ്, ഫുൾ ഗ്യാരണ്ടി. ഇതുണ്ടോ മംഗോസ്റ്റൻ കായ്ച്ചു നിൽക്കുന്നു. ഇത് ഉണ്ടോ ഇത്ര മതി. ഇതിപ്പോൾ 5 വർഷമായി കായ്ക്കാൻ തുടങ്ങിയത്. കണ്ടോ 5 വർഷമല്ലേ? കുറച്ചൊന്നുമല്ല, ഇത് ഇഷ്ടം പിടി പറിച്ചതാണ്. ഇതുകൊണ്ടോ കായ് നിൽക്കുന്നു. ഇത് നിറച്ച് കാച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? കണ്ടോ ഇതിനകത്തെല്ലാം ഇതിപ്പുണ്ടല്ലേ? എല്ലാം ഇതുണ്ട്. ഇതുണ്ടോ 5 വർഷം തൈയാണല്ലേ? 5 വർഷമായി. ഇത് 2 വർഷമായപ്പോഴോട്ട് കായ്ക്കാൻ തുടങ്ങി. ഓക്കെ. പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാംഗോസ്റ്റൻ കണ്ടില്ലേ? ഇതിൻ്റെ ഒരു ഫോട്ടോയും കൂടി എടുത്തു. ഇത് കൃത്യം 2.5 വർഷം കൊണ്ട് കായ്ച്ചതുണ്ടോ? ഇത് കണ്ടോ? ഇതെല്ലാം അടയ്ക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ചെത്തിയെടുത്തതുണ്ടോ? 2.5 വർഷം കൊണ്ട്. 2.5 വർഷം കൊണ്ട് കൃത്യം. വെറൈറ്റി ഏതാ? വെറൈറ്റി ഇത് ഇന്റർമംഗള എന്ന് പറയുന്ന സാധനം. ഇന്റർമംഗള. ഓക്കെ. ഇതിന് തൈകളുണ്ടല്ലോ? ഇഷ്ടം പിടിയുണ്ട്. എല്ലാം 30 രൂപ. ഇപ്പം തന്നെ നോക്കി 1 2 3 4 5 കൊലയുണ്ട് ഇതിൽ. 5. ഇതുണ്ടോ കഴിഞ്ഞ വർഷം അടയ്ക്കാൻ പറിച്ചെടുത്താൽ കണ്ടോ? ഓക്കെ. N80 റംബൂട്ടാൻ ചെറിയ തൈ. റംബൂട്ടാൻ ഏതൊക്കെ വെറൈറ്റിയാണ് ഉള്ളത്? ഇവിടെ റംബൂട്ടാൻ മെയിനായിട്ട് കൊടുക്കുന്നത് 35ഉം N80 കൊടുക്കുന്നത്. ഓക്കെ. ഈ കാണുന്നതൊക്കെ ഹൈബ്രിഡ് കൊക്കത്തൈകളാണ്. എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ട് കായ്ക്കും. പരിപ്പിന് തൂക്കക്കൂടലുണ്ട്. പച്ചയായിട്ട് കൊടുത്താലും തൂക്കക്കൂടലുണ്ട്. ലോ റേഞ്ചിൽ ഏറ്റവും പറ്റിയ കൊക്കോയാണ് ഹൈബ്രിഡ് കൊക്കോ. ഓക്കെ. ഇത് ഇവിടെ റോഡിൻ്റെ ഇരുവശവും നഴ്സറിയാണ്. ഇത് നമ്മളിപ്പോൾ കണ്ടത് ഒരു ഭാഗം മാത്രമാണ്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മുടെ റബ്ബറിൻ്റെ കളക്ഷൻ എല്ലാം ഉള്ളത്. റബ്ബർ തൈകളുടെ കളക്ഷൻ. ഇത് നോക്കിയേ. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് റെഡ്. ധാരാളം ഉണ്ടാകുന്നതാണ്. ഇതുകൊണ്ട് എല്ലാത്തിനും കൂടെ കിടക്കുന്നു. ഇതാണ് ശതമംഗള എന്ന് പറയുന്ന സാധനം. ഇത് കുറ്റിച്ചിരുന്ന് കായ്ക്കും. കണ്ടോ ചൂട് കണ്ടോ? ഇത്ര ഇവിടെ അങ്ങ് കായ്ക്കും. ശതമംഗള എന്ന് പറഞ്ഞ വെറൈറ്റി കവുങ്ങാണിത്. ഇതാണ് ട്രോപ്പിക്കൽ അപ്പക്കാട. നമ്മുടെ ഇവിടെ കായ്ക്കുന്നതാണ്. ഒരു 3/4 കിലോയോളം വരും. ഞങ്ങൾ തന്നെ ബഡ് ചെയ്തെടുക്കുന്നതാണ്. ഇതെല്ലാം ബഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് മൊത്തം ഇതുണ്ട്. ബഡ് ചെയ്ത് കണ്ണ് വെച്ച് ബഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഗ്രാഫ്റ്റിംഗ് അല്ല. ഏത് കാലാവസ്ഥയിലും കായ്ക്കുന്ന, ലോ റേഞ്ചിലും കായ്ക്കും ഹൈ റേഞ്ചിലും കായ്ക്കുന്ന അവക്കാടമാണ് നമ്മുടെ കയ്യിലുള്ളത്. എല്ലാം ചെറിയ വിലയ്ക്ക് കൊടുക്കും. ഞങ്ങൾ തന്നെ ഇവിടെ ബഡ് ചെയ്തെടുക്കുന്നത്. ഞങ്ങളുടെ മരത്തേത് കമ്പെടുത്ത് ബഡ് ചെയ്യുന്നത്. ഇതാണ് തേക്കും തൈ. ഞങ്ങൾ കൊടുക്കുന്ന 20 രൂപ റേഞ്ച് തേക്കും തൈ. നിലമ്പൂർ തേക്ക് നല്ല വളർച്ചയുള്ള തേക്കാണ്. സ്റ്റമ്പ് വെച്ച് മുളപ്പിച്ച് കൊടുക്കുന്നതാണ്. കപ്പ് തൈ ഇത് 430-ൻ്റെയാണ്. നടാനും പറമ്പിൽ നടാനെല്ലാം എളുപ്പമുള്ള ഒരു സാധനമാണ് കപ്പ് തൈ. ഇതുണ്ടോ നല്ല വേരുണ്ട്. അതിൻ്റെ കട്ട് ചെയ്ത് വെച്ച തൈയും കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്ത് വെച്ചു. ഇത് മുളച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ? ഇത് നല്ല വേരുണ്ട്. കപ്പ് തൈയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ തായ് വേര് നല്ല നേരെയാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ കേസ് ഒരു 50 എണ്ണം ഒരാൾക്ക് പറമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പണിച്ചെലവ് ലാഭം. പെട്ടെന്ന് ഇച്ചിരി മഴയുള്ളപ്പോൾ നടണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ചെതൽ ശല്യം വരാതെ നോക്കണം, അത്രേ ഉള്ളൂ. ഇത് വെള്ളത്തേക്കിൻ തൈയാണേ. നല്ല വളർച്ച കിട്ടുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 20 വർഷം കൊണ്ട് 55-60 ഇഞ്ച് വണ്ണമാവും. ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ വെട്ടിയിട്ടുള്ളതാണ്. ഓക്കെ. ഞാൻ തന്നെ വെട്ടി പെരവണതയാളാണ് തേക്ക് വെച്ച്. കൂടത്തൈ സെക്ഷനാണ് കൂടത്തൈ. ഇത്
ഇത് കൊടിക്ക് താങ്ങായിട്ടിടുന്ന പയ്യാനി തൈയാണ് ധാരാളമായിട്ട് കൊടുക്കാറുണ്ട് ഇവിടെ. മുഴുവൻ കാപ്പിത്തൈയാണ്. സീൻറ്റുവാറും ചന്ദ്രഗിരിയാണ്. പക്ഷേ എരമ്പുള്ള സ്ഥലത്തും വെക്കാൻ കൊള്ളാവുന്നതാണ്. ബോർഡിൻ്റെ വിത്ത് വെച്ചുണ്ടാക്കുന്നതാണ്. ഇതുണ്ട് സീൻറ്റുവാർ എന്ന് പറഞ്ഞ സാധനം, റോബസ്റ്റോ സീൻറ്റുവാർ, ബോർഡിൻ്റെ വിത്ത്. DNTT തെങ്ങാണ്, ധാരാളം കരിക്ക് വെട്ടി പോകുന്നത്. നല്ല തേങ്ങായും നല്ലതാണ്, കരിക്കും നല്ലതാണ്. ഇത് 15 വർഷമായ DNTT തെങ്ങാണ് ഈ നിൽക്കുന്നത്. വളരെ 15 വർഷമായതാണ്. ശരാശരി ഒരു 325 തേങ്ങ 350 തേങ്ങ കിട്ടുന്നുണ്ട്. അത്രയും വിളവ് ചെയ്യുന്ന DNTT തെങ്ങെന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള മെച്ചം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കസ്റ്റമറിനെ കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇതുപോലെ ലൈസൻസ് ഉള്ളത് 4 പേരുള്ളത് കൊണ്ട് നമുക്ക് അറിഞ്ഞു കേട്ട് വരുന്നുണ്ട്. അപ്പം കേരളത്തിൽ 4 പേർക്കേ ഉള്ളൂ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ലൈസൻസ്. ഇത്രയും നേഴ്സറി ഉള്ളതിൽ 4 പേർക്കേ ഉള്ളൂ. കേരളത്തിൽ ആയിരക്കണക്കിന് നേഴ്സറി ഉണ്ട്, 4 പേർക്കേ ഉള്ളൂ ഈ ലൈസൻസ് ഉള്ളൂ. ഇതൊക്കെയാണ് ഈ ഒരു നേഴ്സറി വിശേഷങ്ങൾ. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ബൾക്കായിട്ട് പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നേഴ്സറിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സിഡിയുടെ ബെനിഫിറ്റും കൂടെ ലഭിക്കും. അപ്പോൾ അതാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഈ നേഴ്സറി അന്വേഷിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സബ്സിഡിയുടെ കാര്യം ഉറപ്പാണ്. കാരണം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു തരും, അതിൻ്റെ സപ്പോർട്ടെല്ലാം ചെയ്തു തരും. അപ്പോൾ മാക്സിമം ഈ നേഴ്സറിയുടെ ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഈ നേഴ്സറി സ്ഥിരമായിട്ട് വരുന്ന ഒരു കസ്റ്റമർ നമ്മുടെ ഒപ്പം വീഡിയോ ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താമോ? പേരൊന്ന് പറയാമോ? എൻ്റെ പേര് റെന്നി. ഓക്കെ. സ്ഥലം? കുളമാവാണ്. ഓക്കെ. സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത്? സ്ഥിരമായിട്ട് പിന്നെ വേറെ ഓട്ടം വരുന്നുണ്ട്. അങ്ങനെ നല്ല എല്ലാ വെറൈറ്റികളും ഉണ്ട്. ഒത്തിരി വെറൈറ്റി നേഴ്സറിയിൽ നേഴ്സറി വെറൈറ്റി ഐറ്റംസ്. പിന്നെ മറ്റ് ഫാമുകളെ അപേക്ഷിച്ച് ഒത്തിരി വിലക്കുറവുണ്ട്. പിന്നെ പുള്ളിയുടെ ഡീലിങ്ങും ഭയങ്കരമാണ്. ശരിയാ. കസ്റ്റമറുള്ള ഡീലിംഗ് അല്ലേ? ഡീലിംഗ് നല്ല. ഓക്കെ. പുള്ളി എല്ലാം മനസ്സിലാക്കി കൊടുത്ത് സംഭവം എല്ലാം പറഞ്ഞു തരാറുണ്ട് അല്ലേ? അതൊക്കെ റംബൂട്ടാനും അതൊക്കെ ഇവിടെ വന്ന് മേടിച്ചിട്ടുണ്ട്. മേടിച്ച് തൈയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? നല്ല സൂപ്പറാണ്. അതാണ് മലേഷ്യൻ റംബൂട്ടാനോ അങ്ങനെയുള്ള ഒരു വെറൈറ്റി ആയിരുന്നു. ഓക്കെ. നന്നായിട്ട് പിടിച്ചോ വീട്ടിലെ? പിന്നെ നല്ലപോലെ കാഴ്ച എടുക്കും. ഇപ്പോൾ നമ്മുടെ മഴയുടെ ഇതാണ് കുറേശ്ശെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, അതിവിടെയും സെയിം അതുപോലെ പൊഴിയുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥ നല്ല മഴ വന്നു കഴിഞ്ഞാൽ പിടിക്കുമല്ലോ, അതിൻ്റെതായ പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലേ? ഇപ്പം കശുമാവും പിന്നെ കമുവും മേടിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ്. നല്ല ക്വാളിറ്റിയുള്ള തൈകൾ അല്ലേ? അപ്പോൾ എന്തായാലും ഈ നേഴ്സറി ഇഷ്ടപ്പെട്ടു. നല്ല നഴ്സറി. എല്ലാം ഒത്തിരി ഐറ്റം ഉണ്ടല്ലോ, ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ. സെറ്റപ്പാണ്.